കായലരിയത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ പുന്നമട കായലിലാണ്. പുന്നമട കായലിൽ ബോട്ടിങ്ങിലാണുള്ളത്. ഇതാ ഒരു ചേട്ടൻ ബോട്ട് ഓടിക്കുന്നുണ്ട്. ഇതാ ചേട്ടാ, ഇതെവിടെയാ പുന്നമട കായല്? പുന്നമട കായലാണ്. പുന്നമട നമ്മളിപ്പോ പോണത് മാർത്താണ്ഡ, റാണി ചിത്തിര മാർത്താണ്ഡ ഇറങ്ങി വരും. അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? അത് കുട്ടനാടിലോട്ട് പോകും. കുട്ടനാടിലോട്ടാണ് പോകുന്നത്. മഴ കാരണം ബോട്ടിംഗ് ഒക്കെ കുറവാണ്. കുറേ തോണികൾ ഇതിലെ പോകുന്നുണ്ട്. കാർമേഘം ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അല്ലേ? കിട്ടത്തില്ല. സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ലേക്ക് പാലസ് റിസോർട്ടാണത് അല്ലേ? ശരി. നോക്കിക്ക്, നന്നായി വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങകലെ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടതായിട്ട് കാണാം. കാരണം ഇപ്പോൾ സീസൺ അല്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോയൊക്കെ നിർത്തിയിട്ട പോലെ ഉണ്ടല്ലേ, നിരത്തി നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ദിയാഗോഡ് എല്ലാ വർഷവും സ്റ്റാഫിന് ടൂർ സംഘടിപ്പിച്ച് തരാറുണ്ട്. പക്ഷേ ഏപ്രിൽ മെയ് ഞങ്ങളുടെ സീസൺ ആയതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജൂൺ ആദ്യം തന്നെ ടൂർ സംഘടിപ്പിച്ച്. ഞങ്ങൾ 30 ആളോളം ഉണ്ട് സ്റ്റാഫ്. കുറച്ച് പേരൊന്നും വരാൻ സാധിച്ചില്ല. ഞങ്ങളൊരു 7:30 ആയപ്പം ഞങ്ങളിവിടെ ആലപ്പുഴ എത്തി. ഞങ്ങളിവിടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി എടുത്തൊരു റിസോർട്ടാണിത്. ഇവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ബോട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം സന്തോഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നുവെന്ന് മാത്രം. എല്ലാവരും ദാ ബോട്ടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും തമാശയ്ക്ക് കളിയാക്കുന്നുണ്ട് എന്നെ. അതാ എല്ലാവരും ഉണ്ട്. ജെൻസ് എല്ലാവരും, ലേഡീസൊക്കെ ഇപ്പുറത്തോട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സിറാജ് മോൻ ഓടിപ്പോയി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടുകൾ ഈ സൈഡ് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു ബോട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുമുണ്ട് കേട്ടോ. എന്തായാലും ബോട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് എല്ലാവരും ഓരോരുത്തർ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കായലരിയത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി. പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. വിചാരമെങ്കിൽ ചേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനെറിയും വെയിലത്ത് കയ്യിലും കൂത്തി നടക്കണേ. ഇതുപോലെ ഇങ്ങനെ താളമൊക്കെ മുട്ടി കൊച്ചു കൊച്ചു പാട്ടുകളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒട്ടും മോശമല്ല, പെണ്ണുങ്ങളും ഒട്ടും മോശമല്ല കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററായിട്ട് തന്നെയാണ്. ബോട്ടൊന്ന് ഓടിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം ഒന്ന് ബോട്ട് ഓടിച്ചു നോക്കട്ടെ. ചേട്ടാ, ഇത് ആക്സിലേറ്റർ ചേട്ടാ? ഇത് ആക്സിലേറ്റർ, ഇത് ഗിയർ. ഓക്കെ. എന്തായാലും അങ്ങനെ ബോട്ട് ഓടിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ലേ? എന്തായാലും ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ആക്സിലേറ്റർ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ പഠിച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം ഓടിച്ചു. കാരണം അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ പറ്റിയില്ല. നല്ല വെള്ളം, മഴ വരുന്നുണ്ട്. അതുകൊണ്ട് മുകളിലൊക്കെ ഇങ്ങനെ ടാർപ്പ വലിച്ച് കെട്ടിയിട്ടുണ്ട്. മുന്നോട്ട് നോക്കിയാൽ അറിയാം, കലങ്ങിയ വെള്ളമാണ്. വെള്ളം കലങ്ങി തന്നെയാണ് വരുന്നത്. ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ചോറ്, പപ്പടം പൊള്ളിച്ചത്, നല്ല ഉപ്പേരി, കാബേജ് ഉപ്പേരി അല്ലേ? കാബേജ് അല്ലേടാ? പയറുപ്പേരി, സലാഡ്, ഉപ്പ്, അച്ചാറ്, ചിക്കന്, മോരുകറി, കരിമീൻ പൊള്ളിച്ചത്. അടിപൊളി കരിമീൻ പൊള്ളിച്ചത്. എല്ലാവരും ഭക്ഷണം കഴിക്കാം. എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാർ മറന്നുപോയി. സാമ്പാറും കൂടി എടുത്തുകൊണ്ട് വരണം. അതേതായാലും ഞാൻ വീഡിയോ എടുത്തു. ഇനി സാമ്പാറൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നോക്കിക്കേ, അങ്ങകലെ അതാ ഒരു ബോട്ട് പോകുന്നുണ്ടോ? അങ്ങ് ദൂരെയാണ് കേട്ടോ അത്.
അതിനുശേഷം ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും തുടർ കലാപരിപാടിയായിട്ട് അകത്തേക്ക് തന്നെ പോയി. ഫോട്ടോയ്ക്ക് ശേഷം ഉഷേച്ചി എവിടെ? ഉഷേച്ചി അകത്താണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാം. മാത്രം കണ്ടു ഞാൻ താരാപദം ചെയ്തോഹരം പ്രേമാമൃതം. ഇങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. കാരണം വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് പഴംപൊരിയും ചായ ഉണ്ടായിരുന്നു. പഴംപൊരി കണ്ടതേ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. പഴംപൊരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് വീഡിയോയുടെ കാര്യമൊക്കെ ഓർത്തത്. അങ്ങനെ കുറച്ച് സമയോടെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് 5:30 ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വന്ന ബസ്സുണ്ട്, ബസ്സിൽ കയറി 5:30 ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്.